അല്ല മാധു, ഇത് ഉത്തർപ്രദേശിലെയോ രാജസ്ഥാനിലെയോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനി ആയിരുന്നെങ്കിൽ നമ്മുടെ ചർച്ച ഇങ്ങനെയല്ലല്ലോ പോവുക. മാധുവിനോട് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. അല്ല, ഇത്തരം ഒരു കമ്പനിയെ അല്ലെങ്കിൽ അവിടുത്തെ ടോൾ പിരിവ് അവസാനിപ്പിക്കാൻ ജില്ലാ കലക്ടർക്ക് സാധിക്കുമോ? എന്താണ് ജില്ലാ കലക്ടർ ഇതിൽ ഇടപെടാത്തത്? 2011 കമ്പനിയും അന്ന് അത് തയ്യാറാക്കിയവർ ഉണ്ടാക്കിയ കോൺട്രാക്ട് വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഒരു കോടതി ജഡ്ജി തന്നെ ഇതിൻ്റെ ദുരനുഭവത്തിന് ഇരയായിട്ട് മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്തത് വെച്ച് 2 ദിവസം മുമ്പ് എടുത്ത കേസ് കോടതി പരിഗണിച്ചത്? അതിനെക്കുറിച്ച് ഒരു തീർപ്പ് പറയാൻ പോലും കഴിയാതെ തിങ്കളാഴ്ചത്തേക്ക് കൂടുതൽ വാദഗതിക്ക് നീക്കിവെച്ചത്? എന്തുകൊണ്ടാണ് ഇത്രയും നമ്മൾ പറയുന്ന ജനവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി, ആ കമ്പനി ഇത്രയും ജനവിരുദ്ധമായ നടപടികൾ എടുക്കുമ്പോൾ സംസ്ഥാന ഭരണകൂടത്തിനും ക്രമസമാധാന പാലകർക്കും കോടതിക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഇടപെടാൻ കഴിയാത്തത്? അല്ല ശ്രീ ജയപ്രകാശ്, അത് കണ്ണട ചിരുട്ടാക്കരുത്. അത് ശരിയല്ല. ഇത് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിന് കീഴിലോ അധികാരത്തിന് കീഴിലോ ഉള്ള ഒരു കമ്പനിയല്ല. ഈ കമ്പനി പ്രവർത്തിക്കുന്നത് NHAയുമായുള്ള കരാറിൻ പ്രകാരമാണ്. NHAയ്ക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. NHA പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലല്ല, അത് ദേശീയ കേന്ദ്ര സർക്കാരിന് കീഴിലാണ്. അങ്ങ് എന്തിനാണ് സംസ്ഥാന സർക്കാർ എന്ന് ആവർത്തിച്ച് പറയുന്നത്? ഇതെന്തോ PWD മിനിസ്റ്റർക്ക് കീഴിലുള്ള ഒരു സംവിധാനമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? അല്ല, മാധുവിന് സംസ്ഥാനം എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെന്നേ മാധു കലക്ടർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമല്ല. 2011 ഉണ്ടാക്കിയ വ്യവസ്ഥയുടെ ഉത്തരവാദിത്തം അത് ഉണ്ടാക്കിയവർ കൂടി ഏറ്റെടുക്കണ്ടേ? ആ 2011 ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥകൾ 2011 വ്യവസ്ഥയിൽ മുട്ടിന് മേൽപ്പാലം പണിത് ജനങ്ങളെ 10-15 കിലോമീറ്റർ ക്യൂ നിർത്തിക്കോളാമെന്നുണ്ടോ? ഇല്ല. അത് ദീർഘവീക്ഷണമില്ലായ്മയുടെ പേരിലാണ്. അതിന്റെ ഉത്തരവാദിത്തം NHAയ്ക്കാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ വകുപ്പ് ഭരിക്കുന്നത് BJP സർക്കാരാണല്ലോ, അല്ലേ? മാധു, പച്ച മലയാളത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വളരെ മുമ്പ് തന്നെ 6 വർഷം കഴിയുമ്പോൾ ഇതിന്റെ ദുരന്തം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരു ഭരണകർത്താവ് ഉണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്ത്. കേരളത്തിൽ 30 മീറ്റർ വീതിയിൽ പറയുന്ന പാത 4-5 കൊല്ലം കഴിയുമ്പോൾ കേരളം അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ അനുഭവം ഉണ്ടായിരുന്നു എന്ന് മാത്രം സമ്മതിക്കുമോ? അല്ല, ഈ 30 മീറ്റർ പണിയുന്നത് കൊണ്ടാണോ ദീർഘവീക്ഷണമില്ലാതെ അടുത്തടുത്ത് ഒരൊറ്റ സ്ട്രെച്ചിൽ 4 മേൽപ്പാലം പണിയുന്നത്? ആ വിഷയത്തിലേക്ക് മാത്രം അങ്ങേക്ക് വരാൻ കഴിയില്ല, അല്ലേ? അതും കഴിയും മാധു. ഞാൻ പറയുന്നത് DPR തയ്യാറാക്കുമ്പോൾ നോക്കൂ, കോഴിക്കോട് DPRൽ ഇത് ഒരുമിച്ച് പണിയണമെന്നില്ല ശ്രീ ജയേന്ദ്ര മാസ്റ്റർ. DPRൽ ഇത് ഒരുമിച്ച് പണിയണമെന്നില്ല. ഇത് ആ വഴിയിലൂടെ കടന്നു പോകുന്ന ജനങ്ങളുടെ ദുരിതത്തിന്മേലുള്ള വെല്ലുവിളിയാണ്. ആ ദീർഘവീക്ഷണമില്ലായ്മ ആരെയും പേടിക്കാനില്ല എന്ന ഉത്തരവാദിത്ത രാഹിത്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അടുത്ത അരുൺകുമാർ, ഒറ്റ മിനിറ്റ് എന്റെ കയ്യിൽ. ഇവിടെ ഈ 372 കോടി രൂപ ആകെ മുടക്കി. ഒറ്റ മിനിറ്റ്. ഏറ്റവും ഗൗരവമായ ചോദ്യം BJPയുടെ പ്രതിനിധി ഒന്ന് കേൾക്ക്. ഏറ്റവും ഗൗരവമായ ചോദ്യമല്ലേ ചോദിച്ചേ? 372 കോടി രൂപ ആകെ മുടക്കി, 10 ഇരട്ടി പിരിച്ചു. നിങ്ങൾ തന്നെ സമ്മതിച്ചു 10 ഇരട്ടി പിരിച്ചു എന്ന്. നിങ്ങളുടെ അഫിഡവിറ്റിൽ അത് സൂചിപ്പിച്ചു. എന്നിട്ട് 4 വർഷം എന്തിനാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത്? 2024 തീർന്നിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടോ? 4 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അതൊന്നും മിണ്ടില്ല. എത്ര ഉറക്കത്ത് ചോദിച്ചാലും സംസ്ഥാന ഗവൺമെന്റ് ഇതിൽ ഇച്ഛാശക്തി കാണിക്കേണ്ടത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാമാണ്. ഇവിടെ ഒരു അനീതി നടക്കുന്നുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിന് ബോധ്യമുണ്ട് എങ്കിൽ അത് ഏത് കോടതിയിൽ പോയിട്ടാണെങ്കിലും അതില്ലായ്മ ചെയ്യേണ്ട, ആ അനീതി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്തം എന്തിനാണ് നടു റോഡിൽ നട്ടപ്പെരുവഴിയിൽ ജനങ്ങളെ ഇങ്ങനെ ക്യൂ നിർത്തുന്നത്? ആ ഓരോ വാഹനത്തിനും ഓരോ ജീവിതമുണ്ട്. ഒരുപക്ഷെ ആശുപത്രിയിലേക്ക് സമയത്തിന് എത്തേണ്ടവരുണ്ട്, വിവാഹത്തിൽ പങ്കെടുക്കേണ്ടവരുണ്ട്, സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരുണ്ട്, ജോലിക്ക് പോകേണ്ടവരുണ്ട്, ജോലി പൂർത്തിയാക്കി സ്വന്തം കുഞ്ഞുങ്ങളെ കാണാൻ പോകേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ വരി നിർത്തി ജനങ്ങളെ വലയ്ക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് ഭരണക്രമം എങ്കിൽ മുക്കത്ത് വിരൽ വെച്ച് നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ.